ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ കണ്ടോ, എൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടോ, എൻ്റെ കുഞ്ഞി തലയൊക്കെ ആയിട്ട് കാണണ്ടോ. എന്താ വെച്ചാൽ ആളിത്തിരിയൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. ആൾ കണ്ണൊക്കെ തുറന്ന് കുഞ്ഞിങ്ങനെ എന്താ പറയുക, തൂവൽ പോലെ ഇങ്ങനെ ഇതാവില്ല, അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏത് നേരം അമ്മയുടെ കൂടെ ഇപ്പോൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആള്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ കുഞ്ഞന്മാർക്ക് പുതിയ യൂണിഫോം ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ കളറ് ബനിയനും ഒരു നേവി ബ്ലൂ പോലത്തെ ഒരു ട്രൗസർ. പക്ഷെ ട്രൗസർ ഭയങ്കര ചെറുതാടാ, എന്താവും എന്നുള്ളത് അറിയില്ല. കുഞ്ഞു ട്രൗസർ ഒരു വർഷം ഉപയോഗിക്കേണ്ട നമുക്ക്. അപ്പോൾ നമ്മളിന്ന് പുതിയതിട്ട് പോവാണ് നമ്മളെ പിള്ളേഴ്സ്. അപ്പോൾ അതേക്കണം. ഇതാണ് ഡാർക്ക് യൂണിഫോം കുഞ്ഞന്മാർക്ക്. LKG യൂണിഫോം ഞാൻ വലിയതാക്കി തയ്ച്ചതാട്ടോ, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 വർഷം ഉപയോഗിക്കാമെന്നുള്ളതിൽ തയ്ച്ചതാണ്. ഈ പ്രാവശ്യം അത് കാരണം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. അത് റെഡിമെയ്ഡ് ആയ കാരണം. മറ്റേതെന്ന് പറഞ്ഞാൽ തുണിയാണല്ലോ തരാറ്. രണ്ടാൾക്കും ഒരേ 14 അല്ല 24. രണ്ടാൾക്കും ഒരേ സൈസ്. രണ്ടാൾക്കും ഒരേ സൈസ് തന്നെ തന്നിട്ടുള്ളത്. എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ 3 പിള്ളേരാട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ കണ്ടൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിലില്ല. ഞാൻ എന്താ കണ്ടൻറ്റ് എടുക്കേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അറിയില്ല. പിന്നെ ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് നേരമില്ല എന്ന് വെച്ചാൽ വലിയ മലമറിക്കുന്ന പണിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നെ കിട്ടുമ്പോൾ പറയണ പോലെ എന്താ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ പണിയൊന്നും ഇല്ല. പക്ഷേ ഈ കുട്ടികൾ കുഞ്ഞി പെറുക്കാണി പോലെ 2-3 വീട്ടിലുണ്ടെങ്കിൽ സാധാരണ വീട്ടമ്മമാർക്ക് അറിയാം എന്തോരം പണി ഉണ്ടാവും. കാരണം ഇവർ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഉണ്ടാവില്ലായിരിക്കും. ഇതിപ്പോൾ തന്നെ ഇവരെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ രാവിലെ അച്ഛൻ ഉണ്ണീനെ എടുക്കണ കാരണമാണ് എനിക്ക് ഇവന്മാരെ കാര്യം നോക്കാൻ പറ്റും. രണ്ടാളും നമ്മൾ ടോയ്ലറ്റ് പോലും അതുപോലെ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു സ്കൂളിൽ പോകണതിൻ്റെ ഇടയിൽ വരെ. പിന്നെ അപ്പോൾ അമ്മയാണ് അടുക്കളയിൽ കയറുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മ ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല ഗുരുവായൂർ അപ്പോൾ എങ്ങനെ ഞാൻ ഇവരെ നോക്കും എന്നുള്ളത്. എന്താ വെച്ചാൽ 3 ഇപ്പോൾ മോളൊന്ന് ഇരുന്ന് തുടങ്ങുന്നുണ്ട്. അവൾ ഇഴഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഇഴഞ്ഞ് നടക്കുന്നത് അതിനേക്കാളും ഡേഞ്ചറാണ്. കാരണം എല്ലാ സാധനങ്ങളും പറക്കി വായിലിടും. അപ്പോൾ നമ്മൾ നോക്കി തന്നെ ഇരിക്കണം. അതുപോലെ അവൾ പിടിച്ച് നിന്ന് തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഇരിക്കുമ്പോൾ വീഡിയോ വരുമ്പോഴേക്കും ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കണം കേട്ടോ. വലിയതാവുമായിരിക്കും. ആൾ വെച്ചതാണ്. അപ്പോൾ അത് കാത്തു കെട്ടിയിരിക്കുന്നുണ്ടാവും. ആൾ വെച്ചാൽ ആകെ 1 വർഷം കൊണ്ടുണ്ടായതാണ്. പേരെ മാത്രം, ബാക്കിയൊക്കെ അതേപടി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സീതാണിമലോ അതാട്ടാ കണ്ട ചിലത് കരിഞ്ഞ് പോണ ഒരു ഇതുണ്ടായിരുന്നു. 2 കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. കണ്ട ഇതിലിങ്ങനെ എടുക്കുമ്പോൾ അറിയാം. ഇത് പൈനാപ്പിൾ. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 1 പൊട്ടിച്ച് ജ്യൂസ് അടിച്ചു. ഇനി 1 കൂടി ഉണ്ട്. ഇതായിട്ടില്ല കേട്ടോ, ചെള്ളാണ്. മൂക്കാനുണ്ട്. നമ്മൾ ഇറക്കിലുണ്ട് കേട്ടോ ഇഷ്ടം പ്രകാരം. ഒരു സൈഡിൽ കണ്ട ആ സൈഡിലൊക്കെ നിൽക്കുന്നു. പക്ഷേ പാമ്പിനെ പേടിച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്നറിയില്ലേ, അതാണ് അവസ്ഥ. അപ്പോൾ വല്ല കിളിയും അതൊക്കെ കൊത്തി തിന്നാന്നല്ലാണ്ട് ആ മുക്കിലേക്കൊന്നും പോകില്ല. അങ്ങനെ നമ്മുടെ അൽക്കോലത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഉച്ചയായപ്പോഴേക്കും. അപ്പോൾ നമ്മൾ കറികളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കടല കാലത്തുണ്ടാക്കിയ കടൽ. ഇന്നലത്തെ മീൻകറി കേട്ടോ, അയിലക്കറി ഉണ്ട്, ഇത്തിരി അച്ചാറ് തന്നെയുള്ള, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു കിലോ മീൻ മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ 2-3 പ്രാവശ്യമൊക്കെ 2 പ്രാവശ്യം ഇങ്ങനെ വെക്കുന്നുണ്ട്. 1 കിലോനൊക്കെ വാങ്ങി കഴിഞ്ഞാൽ 2 വറക്കലും വെക്കലൊക്കെ കൂട്ടിയിട്ട്. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറിയോട് ഇഷ്ടമില്ല. പക്ഷെ അയിലത്താലില്ല, അത് മാത്രമേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ മാങ്ങ കഷ്ണം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് തന്നെ നമ്മളെ വീട്ടിൽ മാങ്ങയുടെ സീസൺ അല്ലെങ്കിലും നമ്മൾ കടയിൽ നിന്നൊക്കെ മാങ്ങ കിട്ടുമല്ലോ. അപ്പോൾ അത് മേടിച്ചെൻ്റെ അമ്മയ്ക്ക് അറിയാം. അല്ലാണ്ട് മീൻ കറി ചിലവാവില്ല എന്നുള്ള. കഷ്ണമാണെങ്കിൽ ഒന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഈ ചോറിന് കൂട്ടിയിട്ടല്ല ഇഷ്ടം. എനിക്ക് പുട്ട് ദോശ ഇട്ടില്ല അതിനൊക്കെ മീൻ കറി ഇഷ്ടം കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ഡെയിലി മീൻ മേടിച്ചുള്ള സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും വിലയില്ല കാരണം കേട്ടോ. അത് തന്നെ നമുക്ക് വാങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ 1 കിലോ വാങ്ങിത്തഞ്ചാൽ സത്യം പറഞ്ഞാൽ ഒരാഴ്ച കൊടുന്നറിയില്ലേ, 2-3 വട്ടമായിട്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ. അങ്ങനെ കൊള്ളി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് സാധനം എന്നറിയില്ല, എനിക്കിഷ്ടം കേട്ടോ. കൊള്ളി ഉണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയും കുറയും. കാരണം ഇത് പുഴുങ്ങി വയ്ക്കുക അല്ലെങ്കിൽ ഈസ്റ്റ് പോലെ വയ്ക്കുക, ഇതൊക്കെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കിലോ 100 അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഒരു 50 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റോഡ് സൈഡിലായേക്കാൻ ഇങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. കാരണം നമുക്ക് പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് മീൻ ഇതൊക്കെ വണ്ടിക്കാർ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് പുറത്ത് പോയി മേടിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് മുറ്റത്ത് തന്നെ നിന്ന് കഴിഞ്ഞ് കിട്ടുമെന്നറിയില്ല. അതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യാതിരിക്കുമ്പോൾ വിചാരിക്കും ഭഗവാൻ ഞാൻ എങ്ങനെ സംസാരിക്കുക. കാരണം നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതാണ് മറ്റുള്ളവർ കാണാനും കേൾക്കാനും, വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ് കാണാനും കേൾക്കാനും. അപ്പോൾ നമുക്ക് കേട്ടിരിക്കാനാണെങ്കിൽ ഒരു എന്താ പറയുക
സംസാരിക്കാനുള്ളൊരു കഴിവെന്ന് പറയണ ഉണ്ടല്ലോ, എനിക്ക് വെച്ചാൽ ആ സംഭവം ഇല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മൂഡും കാര്യങ്ങളനുസരിച്ചാണ് നമുക്കിങ്ങനെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഈ പിള്ളേരെ ഇത് വെച്ചിട്ട് ബിസിയാണ്. അപ്പോൾ കേൾക്കണവർ ചോദിക്കുന്നത് മിണ്ടാതിരുന്നൂടെ എന്തിനാ ഈ വീഡിയോ ഉണ്ടെന്ന്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ തന്നെ എനിക്കുണ്ട് സ്വന്തം ആയിട്ട് ഏൺ ചെയ്യണം, ഇതൊക്കെ ഒരാഗ്രഹമാണ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായിട്ട്, സംഭവം ഇതുവരെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അതിന് മെയിൻ കാര്യം ചീരു, എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനുവിൻ്റെ അമ്മ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ. പക്ഷെ നമുക്കിതുപോലെ ഇങ്ങനെ വോയിസ് കൊടുത്ത് എന്താ പറയുക, ആസ്വദിപ്പിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കഴിവ് ഒന്നാമതില്ല എനിക്ക്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള സമയത്ത് എങ്ങനെയെങ്കിലും ചടപടാന്ന് പറഞ്ഞ് ഒപ്പിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേഴ്സിനും കൊണ്ട് എന്നും പോണ പോലെ പുറത്തേക്കൊന്ന് പോയത്. അപ്പോൾ എന്നെ പോലെ തന്നെ ഏതോ ഒരു അമ്മ ഏതോ അമ്മയല്ലാട്ടോ, ഞാൻ അടുത്തുള്ള കുട്ടി തന്നെയാണ്. ഇവരെ സ്കൂളിലുള്ള ഈ കുട്ടികൾ രണ്ടുപേരെ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ആളും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോഴെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് വലിയ ശല്യം കാര്യങ്ങളൊന്നും ഇല്ല, ഒരുപാട് വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കൊച്ചുങ്ങളെ ഇറക്കി വിടാമെന്ന് പറയില്ലേ, പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. മീനിന് നല്ല വിലയെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് പോകുന്നതാണ് കേട്ടോ. ചെമ്മീനാണിത്, കിലോ 120 രൂപ. അത് കഴിഞ്ഞ് ഈ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ അടുത്ത വണ്ടി വരുന്നത് കിലോ 100 രൂപ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല ചെമ്മീനാണ്, അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ വാങ്ങി നമുക്ക്, കാരണം ലാഭത്തിന് കിട്ടിയതാണല്ലോ, നല്ല ഫ്രഷ്. കുഞ്ഞിപ്പെണ്ണ അങ്ങ് ഉറങ്ങി. ഇന്നൊരു മരിപ്പുണ്ട് കേട്ടോ, അപ്പോൾ അവിടെ പോകണം. നമ്മളെ തറവാട്ടിൽ തന്നെയാണ്. അപ്പം അച്ഛന് പോകണം എന്നാണ്, അപ്പം അച്ഛൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ എൻ്റെ പല്ലിൻ്റെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ആൾ 2 പേരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഉറക്കിയിട്ടില്ല എന്ന് പറയില്ലേ, അതേ അവസ്ഥയായിട്ട് 2 ആൾക്കും പല്ലുവേദന എടുത്തിട്ട് ഓരോരുത്തരായിട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ അവനെ സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് അവനെ കൊണ്ടുപോകണം. അതിന് മുന്നേ അച്ഛൻ്റെ കൂടെ പോകണം. ബ്രഷ് ചെയ്യാൻ പോകണുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 10 മണി 10:30 ആയിട്ടുണ്ട്. എന്താ പറയുക, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഉറക്കേ ഉണ്ടായിട്ടില്ല. പിന്നെ അവരെ വിട്ട് വന്നു കഴിഞ്ഞത് മോളെ വാശി, അവൾക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, അവളെ വാശി അതൊക്കെ കഴിഞ്ഞത് ബ്രഷ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പല്ലച്ച് എന്താ പറയുക, എനിക്ക് കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം കഴിക്കണമെങ്കിൽ. എന്താ പറയുക, ഉറങ്ങാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാവും. പിള്ളേർ എന്താ പറയുക, മോള് പാൽ കുടിക്കുന്നതൊക്കെയല്ലേ, അപ്പോൾ ഭയങ്കര ക്ഷീണം. അതേ വറുത്ത് വന്നിരിക്കുക, കുറേ നേരമായിട്ട് പ്രശ്നം പിടിച്ചിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു വെറുതെ ഫോട്ടോ എടുത്തതാണ്, അതിൻ്റെ ഇടയിൽ വീഡിയോ ആക്കിയതാട്ടാ. അപ്പം ഇങ്ങനെ ശരി ഒന്നും കഴിച്ചിട്ടില്ല, ഇതെല്ലാം എൻ്റെ വേസ്റ്റ് പോയി, പിള്ളേരുടെ വേസ്റ്റ് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഹരിതസേനക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളവിടെയൊക്കെ വരും ഈ സംഭവം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് എന്തിനാ ഇവർക്ക് 50 രൂപ കൊടുക്കണേന്ന്. കാരണം എൻ്റെ അമ്മേനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട് മാത്രമേ എൻ്റെ അമ്മയ്ക്ക് അറിയുള്ളൂ. വീട്ടിലെന്ന് വെച്ചാൽ ബാക്കിൽ ഇഷ്ടം പ്രകാരം നമ്മൾ സ്വന്തം സ്ഥലം അല്ലെങ്കിലും വേറെ ആർക്കോ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നില്ലേ വീട്ടിൽ. അപ്പോൾ നമ്മളെ പറമ്പിലാണെങ്കിലും വേസ്റ്റ് കത്തിക്കൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ പുറത്തിറങ്ങാത്തതുകൊണ്ടാണ്, വേറെ ഓരോരുത്തർ താമസിക്കുക 2 സെൻറ്റ് 3 സെൻറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പ്ലാസ്റ്റിക് കവറും വേസ്റ്റൊക്കെ വരുമ്പോൾ കളയാൻ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ മരിപ്പ് ഉണ്ടായിരുന്നല്ലേ, അവിടെ പോയതാട്ടാ ഞാൻ അച്ഛന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ കുഞ്ഞിനെയും കൈ പിടിച്ചിട്ട് ഇതേ പല്ല് വേദനയായിട്ട് തന്നെ ഉറക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ 2 ആൾക്കുണ്ട് കേട്ടോ. അപ്പോൾ 2 ആളെയും കൊണ്ട് പോവല് നടക്കില്ല, എനിക്ക് ബസ്സിൽ കയറാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇവന്മാരെ പിടിക്കുക, അതുകൊണ്ട് ഞാൻ ഒരാളെ കൈ പിടിച്ച് പോയില്ല കേട്ടോ. പക്ഷേ ഇന്ന് പോകണം, ഇന്നിപ്പോൾ എൻ്റെ പല്ല് കാണിക്കാനായിട്ട് പോകണം. അപ്പോൾ അതെ അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണല്ലോ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പല്ല് അങ്ങനെ എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിശന്നിരിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചാൽ കയറിയതാട്ടോ. പിന്നെ ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കെട്ടിയോനാണെങ്കിലും പറയും, പിള്ളേർ എന്താഗ്രഹിച്ച് കഴിഞ്ഞാലും ഭക്ഷണം വാങ്ങിക്കൊടുത്തോളാം, നീ എങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുത്തോളാം എന്ന് പറയും. ആൾ എപ്പോഴും ഞാൻ കല്യാണം കഴിയാനായിട്ടും അപ്പം തുടങ്ങിയത് 10-15 വർഷമായി തോന്നുന്നുണ്ട്. 10-15 വർഷമല്ല, 15 വർഷത്തെ കണക്കുണ്ടാവും കല്യാണത്തിന് മുന്നാണെങ്കിലും. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് കടയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നൊരു ബിസ്ക്കറ്റ് എടുത്തപ്പോൾ അത്രയും ആഗ്രഹിച്ചിട്ട് എടുത്തു. അതിന് കുഞ്ഞായിരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അച്ഛനിപ്പോൾ ഇല്ല, അമ്മ പറഞ്ഞു കൊടുത്തു, അച്ഛൻ്റെ അടി കിട്ടി, ഇങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോലും ഇപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ വരെ പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറയും, കൊച്ചുങ്ങൾ എന്താഗ്രഹിച്ചാലും വാങ്ങിക്കൊടുത്തോളൂ. കാരണം നമുക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു അവസ്ഥ. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടണതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെങ്കിൽ നീ കാശ് ചോദിച്ചാൽ മതി, അപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ പൈസ ഉണ്ടായിരുന്ന കാരണം ഞാൻ ചോദിച്ചില്ല കേട്ടോ.
പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും വല്ലാണ്ട് അത് വേണം ഇത് വേണം അങ്ങനെ പറയാറില്ല കേട്ടോ. ഇടയ്ക്ക് ഇപ്പം ഞാൻ പോണ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ചായയും പഴംപൊരിയും ബസ് വെച്ചിട്ട് പറഞ്ഞിട്ട് പഴംപൊരി മേടിച്ച് തരണണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ തന്നെ പറയുള്ളൂ കേട്ടോ നമുക്ക്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ വലുതാവും മാറുമായിരിക്കും, കാരണം ഇപ്പോൾ അവരുടെ അറിവ് വെച്ചിട്ട് ഇതൊക്കെയല്ലേ ഉള്ളൂ. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ 3 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ, കാരണം ചെറിയ പഴുപ്പായിട്ടുണ്ട്. എന്നിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേരും കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് പോന്നു. ഇത് ചന്ദ്രാപനി കേട്ടോ സ്ഥലം. ചന്ദ്രാപനിയിലുള്ള പഴയൊരു ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇത് ഇവിടെ ഇപ്പോഴുള്ള ഡോക്ടറുടെ അച്ഛൻ്റെ കാലത്തുള്ളത് അങ്ങോട്ടാന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ പറയുന്നത്, എൻ്റെ അച്ഛൻ പണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പരിചയം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വരുന്നവർക്ക് നല്ല പച്ചക്കറികൾ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് പച്ചക്കറിയാണെങ്കിൽ നമുക്ക് അടുക്കാൻ പറ്റില്ല, അതുപോലെ വിലയില്ലേ. പക്ഷേ ഇല്ലേന്ന് എന്താ പറയുക, എണ്ണിപ്പറക്കി കുറച്ച് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവുമല്ലോ ഓരോ ഇതിൻ്റെ വില എത്രയാണെന്ന്. അപ്പോൾ അതിലുള്ളതിൽ വെച്ച് കുറച്ച് കുറവുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് നെല്ലിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്, കാരണം നെല്ലിക്കച്ചാറ് തന്നെ ഞാൻ അന്ന് അവിടെ അങ്ങോട്ട് പോയപ്പോൾ നല്ല നെല്ലിക്കച്ചാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അച്ചാറൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ അച്ചാർ ഇടുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അതുപോലെ താറാമുട്ടയുടെ വില കേട്ടപ്പോഴാട്ടോ എന്താ പറയുക 16-18 രൂപയാണ് ഒരു മുട്ടയ്ക്ക്. ഇവിടെ വീട്ടിൽ താറാവുണ്ടായിരുന്നപ്പോൾ ഒരു വില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോളൂ, അമ്മ നമുക്ക് 2 താറാവിനെ വാങ്ങാമെന്ന്. ഇപ്പോഴാ റോഡ് സൈഡിലും കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ റോഡ് സൈഡിലൊക്കെ വിൽക്കാതിരിക്കുമ്പോഴാട്ടോ അന്ന് 2 വാങ്ങിയിട്ട് ഒരുപാട് നാളുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എന്നും മുട്ട ഇട്ടായിരുന്നു. എന്നൊന്നല്ല, മിക്ക ദിവസം ഉണ്ടാവും മുട്ട ഉണ്ടാവും ഉണ്ടാ കൂട്ടിൽ. അപ്പോൾ ഇനി കാണുമ്പോൾ 2 വാങ്ങണം, അല്ലാണ്ട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങി എന്താ പറയുക മുതലാവില്ല എന്ന് പറയില്ലേ, അതുപോലെ കേട്ടോ. അതുപോലെ വീട് വരുന്ന വഴിക്കാണ് ഡേറ്റ്സ് വേണ്ടത്. ഈ പച്ച ഡേറ്റ്സ് നമ്മൾ ഗൾഫിലുള്ളപ്പോൾ ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിന്നെ ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലും അവിടെയൊക്കെ ഒരുപോലെ തന്നെ കിട്ടുന്ന സാധനം തന്നെയാണ്. എന്നാലും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വാങ്ങാൻ തോന്നിയിട്ട്, കാരണം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് 160 രൂപയുണ്ടാകുന്നു തോന്നുന്നു കേട്ടോ. 140-160 രൂപയുണ്ട്. മഞ്ഞയ്ക്കാണ് വില കൂടുതൽ, 10-20 രൂപ കൂടുതൽ മഞ്ഞയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 1 കിലോന് അതും വാങ്ങി. പിന്നെ സിട്രസ് ഇവിടെ ഫേവറേറ്റാണ്, സിട്രസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞനും കുഞ്ഞിപ്പെണ്ണും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ആയു പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കണക്കാണ്. പിന്നെ ആയുവിന് എന്തെങ്കിലും വാങ്ങണ്ടേന്ന് വെച്ചിട്ട് വീണ്ടും ബേക്കറി തന്നെ വീണ്ടും കയറിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അലമ്പാവും, കാരണം സ്കൂളിൽ നിന്ന് പോന്നപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് ആരുവിനും കൊണ്ട് ഞാൻ എന്തായാലും പുറത്ത് പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. എന്തോ എനിക്ക് ഈ ബേക്കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും അതെ ചന്ദ്രപ്പനി ആ സെൻറ്ററിലുള്ളത് തന്നെയാണ്. എന്നു വെച്ചാൽ ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ കാണും, നമുക്കാണെങ്കിലും വാങ്ങാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നറിയില്ലേ. അപ്പോൾ ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കണതാണെന്ന് കൊണ്ടിട്ട് ഒരു റൂമാക്കിയിട്ടുണ്ട്. അതിൽ കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബർത്ത്ഡേ കേക്ക് അങ്ങനത്തെ കേക്കില്ല, അങ്ങനത്തെ അപ്പോൾ ലഡു കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കണതാണെന്ന് തോന്നുന്നു. കുറേ സ്റ്റാഫുകളൊക്കെ ആയിട്ടുള്ളൊരു ബേക്കറി കേട്ടോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ കുഞ്ഞപ്പൻ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ നോക്കി പറ്റിച്ചിട്ട് മിണ്ടാണ്ട് വന്നിരിക്കണൊക്കെ കൂട്ടുന്നിറങ്ങിയിട്ട് കണ്ടാ. ഇതിന് പച്ചേരടയിൽ ഇരുന്നാൽ ഞാൻ നിന്നെ കാണോടി, അല്ലെങ്കിൽ അവള് പൂപ്പി നോളിക്കുമ്പോൾ വച്ചിരിക്കണതാട്ടാ. മിണ്ടണില്ല.